സ്വന്തമായി ഒരു പാർട്ടി പാരമ്പര്യമില്ലാതെ, വർഷങ്ങളുടെ പാർട്ടി പരിചയമില്ലാതെ, വെറും മാസങ്ങളും വർഷങ്ങളും കൊണ്ട് തമിഴ്നാട് എന്ന വലിയൊരു രാഷ്ട്രീയ മേഖലയിൽ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി അതിൽ അണികളെ ചേർത്ത് ഇപ്പോഴിതാ ഒറ്റയ്ക്ക് ജയിപ്പിച്ചിരിക്കുകയാണ് TVK എന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖറുടെ പാർട്ടി. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സംസാരിക്കുന്നതും അതുതന്നെയാണ്. സിനിമയിൽ 200 കോടിയോളം തന്നെ റെമുനറേഷൻ വാങ്ങി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു സിനിമാ മേഖലയിൽ നിന്ന് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്, എന്തിനായിരുന്നു എന്നത്. എന്നാൽ ഈ ഒരു വിജയം കൊയ്യാൻ തന്നെ ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കൂടുതൽ ആളുകളും ഇപ്പോൾ നോക്കുന്നത് വിജയുടെ ഇലക്ഷൻ തന്നെയാണ്. രാജ്യം മുഴുവൻ തന്നെ ഞെട്ടിച്ച ഒരു ഇലക്ഷൻ. പലയിടത്തും വിജയ് എന്ന പേര് കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഇപ്പോൾ അഭിമാനത്തോടെയാണ് പറയുന്നത് വിജയ് തോൽക്കും എന്നതും, നിങ്ങളുടെ പ്രിയപ്പെട്ട നടനെ എന്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചു എന്നതുമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇറങ്ങിത്തിരിച്ച നാളു മുതൽ ഡിവോഴ്സ്, വിമർശനം, അവിഹിതമടക്കം പല വാർത്തകളും ഇദ്ദേഹത്തിനെതിരെ വന്നു. എന്നാൽ ഒന്നിനെക്കുറിച്ചും പ്രതികരിച്ചില്ല, ഒന്നിനെക്കുറിച്ചും സംസാരിച്ചില്ല. ഇതെല്ലാം വരുമെന്നറിഞ്ഞു തന്നെ ഞാൻ നിൽക്കുകയായിരുന്നു എന്ന് മാത്രമാണ് മറുപടി നൽകിയത്. ഒരു വാക്കുപോലും തിരികെ പറയുകയും ചെയ്തില്ല. എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഇത് സത്യമാണെന്നാണോ സത്യമല്ലെന്നാണോ? ഇതായിരുന്നു ആളുകളുടെ അന്നു മുതലുള്ള ചോദ്യം. എനിക്കായി എല്ലാം വിട്ടിറങ്ങിയ ആരാധകർക്ക് ഞാൻ ഇറങ്ങുകയാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നല്ലതേ നടക്കൂ. വിജയം നിശ്ചയം, വെട്രി നിശ്ചയം എന്നാണ് എപ്പോഴും വിജയ് പറയാറുള്ളത്. വിജയുടെ ആത്മവിശ്വാസം ഫലം കണ്ടു. കന്നി അംഗത്തിൽ തമിഴകം വിജയ്ക്കൊപ്പം നിന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഫല സൂചനകൾ പുറത്തു വരുമ്പോൾ DMK അമ്പരപ്പിച്ചു നടന്ന വിജയുടെ തമിഴക വെട്രിക്കഴകം ബഹുദൂരം കുതിക്കുകയാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പുറത്തു വന്നത് വിജയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും ചേർന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വിജയം ആഘോഷിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ TVയുടെ മുന്നിലിരുന്ന് എല്ലാവരും അത് കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരും ഓരോ സമയത്തും ആ വാർത്തയെക്കുറിച്ച് അറിയുകയും ചെയ്തു. മത്സരിച്ച് 2 മണ്ഡലത്തിൽ മേൽക്കൈ നേടി 100-ലധികം സീറ്റുകളിൽ വിജയ് മുന്നോട്ട് നയിച്ചു. രജനീകാന്ത് കഴിഞ്ഞാൽ സ്വന്തം ചിരി കൊണ്ട്, സ്റ്റൈൽ കൊണ്ടും ആരാധകരെ അത്രമേൽ ഇളക്കി മറിക്കുന്ന മറ്റൊരു താരം വിജയ് മാത്രമാണെന്നാണ് നിരീക്ഷണങ്ങളുള്ളത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ രാഷ്ട്രീയ ഗോതയിൽ വിജയ് രജനിക്ക് മുകളിലാണെന്ന കാഴ്ച തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു. വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം മാറുന്നു. കന്നി അംഗത്തിൽ വിജയ് നേടുന്ന വിജയം മറ്റ് ദ്രാവിഡ പാർട്ടികളെ ഒന്നാകെ അമ്പരപ്പിക്കുകയാണ് എന്ന് പറയാം. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടല്ല, തമിഴിൽ ഇതാദ്യമായിട്ടേ അല്ല. ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരുപാട് താരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും നേടാനാകാത്തൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. അത്തരമൊരു മാറ്റമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. MGR ആണ് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയത്. കമലഹാസൻ ആയാലും വിജയകാന്ത് ആയാലും രജനീകാന്ത് ആയാലും പിന്നീട് ഒരിക്കലും അവർക്കൊന്നും തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് വരാനായിട്ടില്ലായിരുന്നു. കമലഹാസൻ തന്നെ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിജയകാന്ത് ആയിരുന്നു ദ്രാവിഡ കഴകം, അതായത് DMDKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. രജനീകാന്തും ഇതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുമെന്ന് പറയുകയും അത് പിന്നീട് തന്നെ ജയിക്കാതെ പോവുകയുമായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ വിജയ് നേടിയ ഈ ഒരു വലിയ കാര്യം അതൊരു ചെറിയ കാര്യമല്ല എന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.